സംഘപരിവാറിൻ്റെ ഭീഷണിയിൽ വീണുപോയ സംഘപരിവാറിൻ്റെ ഭീഷണിയെ ഭയന്ന മോഹൻലാൽ ആരാധകരുടെ തന്നെ പൊങ്കാല. എമ്പുരാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ പുലിവാല് പിടിച്ചിരിക്കുന്നത്. എമ്പുരാൻ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു. അതിൽ ഹിന്ദുത്വ അജണ്ടകൾ പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, ഗുജറാത്ത് കലാപം ഒക്കെ തെറ്റായി ചിത്രീകരിച്ചു എന്നാണ് RSS പറയുന്നത്. RSS ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തകരുന്ന പ്രതീകമായി പോയി മോഹൻലാൽ. അത്രയേറെ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഭയക്കുന്നു RSSനെ. മലയാള സിനിമയിൽ RSS തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എമ്പുരാൻ ഇപ്പോൾ നിരവധി കട്ടുകളോടുകൂടിയാണ് പ്രദർശിപ്പിക്കുന്നത്. നിരവധി കട്ടുകൾ വരുത്തി RSSനെ പ്രലോഭിപ്പിക്കാൻ അല്ലെങ്കിൽ RSSനെ കൂടെ നിർത്താൻ മോഹൻലാൽ തയ്യാറായി എന്നിടത്താണ് മോഹൻലാലിൻ്റെ ദുരന്തം. മോഹൻലാലിനെ പോലെ ഒരു കലാകാരനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പൃഥ്വിരാജിനെ പോലെ ഒരു ചങ്കുറപ്പുള്ള യുവാവിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. മുമ്പ് വാര്യംകുന്നൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പൃഥ്വിരാജ് തീരുമാനിച്ചിരുന്നു. ആഷിഖ് അബു ആയിരുന്നു സംവിധാനം. പക്ഷേ ആ പ്രോജക്റ്റ് സംഘപരിവാറിൻ്റെ എതിർപ്പ് കൊണ്ട് നടക്കാതെ പോയി. വാര്യംകുന്നൻ ഒരിടത്തും എത്തിയില്ല. എന്തായാലും വാര്യംകുന്നനിൽ അഭിനയിക്കാത്തത് പൃഥ്വിരാജിൻ്റെ പരാജയം തന്നെയാണ്. ഇപ്പോൾ ഇതാ എമ്പുരാൻ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് തൻ്റെ ആശയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. കഷ്ടകാലത്തിന് അത് RSS വിരുദ്ധ ആശയമായി മാറി. സംഖ്യകൾക്ക് മുമ്പിൽ കീഴടങ്ങി പൃഥ്വിരാജും മോഹൻലാലും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയം, അതിൻ്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി ഒരൊറ്റ അക്ഷരവും ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എന്നാണ് അറിവ്. ഇത്രയേറെ ഭയക്കണോ സംഘപരിവാറിനെ, അതും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ? പക്ഷേ ഭയക്കണം എന്ന് തന്നെയാണ് അവരുടെ ഓരോ രീതികളും വ്യക്തമാക്കുന്നത്. ഭയന്നേ പറ്റൂ സംഘപരിവാറിനെ. ഭയന്നില്ലെങ്കിൽ അവർ കൂട്ടത്തോടെ ആക്രമിക്കും. അവർ കൂട്ടത്തോടെ സിനിമകളും കലാരൂപങ്ങളും ബോയ്ക്കോട്ട് ചെയ്യും. അതാണ് അവരുടെ രീതി. എന്തായാലും സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കിയ മോഹൻലാൽ വളരെ നാണക്കേടാണ് കാണിച്ചിരിക്കുന്നത്. മുമ്പ് മമ്മൂട്ടിക്കെതിരെ RSSും BJPയും വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. മമ്മൂട്ടി DYFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ് വിവാദമായി മാറിയത്. അന്ന് അദ്ദേഹം പറഞ്ഞത് വർഗീയത കേരളത്തിൽ പാടില്ല എന്നാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു സംഘപരിവാർ. പക്ഷേ അദ്ദേഹം തൻ്റെ അഭിപ്രായം മാറ്റിയില്ല. തൻ്റെ സിനിമ കാണാൻ ആളുണ്ടെങ്കിൽ, അഭിനയിക്കാൻ മരിക്കുന്നതുവരെ ആരോഗ്യമുണ്ടെങ്കിൽ താൻ അങ്ങനെ ചെയ്തിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിൻ്റെ അഭിമാന താരങ്ങളാണ്. പക്ഷേ അതിൽ ഒരു ചങ്കുറപ്പ് മോഹൻലാൽ കാണിക്കുന്നില്ല. മോഹൻലാൽ മുമ്പ് തന്നെ സംഘി ചായ്വ് പ്രകടിപ്പിച്ച താരമാണ്. മോഹൻലാലിൻ്റെ കൂട്ടുകാരൊക്കെ സംഘികളാണ്. പ്രത്യേകിച്ചും നമ്മുടെ മേനകയുടെ ഭർത്താവ്, കീർത്തിയുടെ അച്ഛൻ സുരേഷ് കുമാറൊക്കെ. അവരൊക്കെ സംഘപരിവാർ പ്രസ്ഥാനത്തെ വളർത്തുന്നവരാണ്. എന്തായാലും എമ്പുരാൻ കട്ടോടുകൂടി ഇറങ്ങുന്നു. ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ. ഇത് UP ഒന്നുമല്ല ലാലേട്ട. അങ്ങനെയൊന്നും നിങ്ങളെ തകർക്കാൻ ഈ ചെറിയ കുറുവടി സംഖ്യകൾക്ക് കേരളത്തിൽ കഴിയില്ല. അവർ കുറുവടി കാട്ടി കുറേയൊക്കെ ഭീഷണി മുഴക്കും. പക്ഷേ നല്ല കരുത്തുള്ള ആണുങ്ങളുടെ കൈത്തണ്ടയ്ക്ക് മുമ്പിൽ അവർ ഓടി ഒളിക്കുകയും ചെയ്യും. ഇതാണ് സംഘപരിവാറിൻ്റെ രീതി. ഇരുട്ടിൻ്റെ മറയത്ത് അവർ പല കോലാഹലങ്ങളും കാട്ടും. എതിരാളികളെ വെട്ടിവീഴ്ത്തും. എതിരാളികളെ ജീവിച്ചിരിക്കുന്ന ശവത്തിന് തുല്യമാക്കി മാറ്റും. അങ്ങനെയൊക്കെയാണ് RSS പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് RSS കേരളത്തിൽ വളരാത്തതും. ഉത്തരേന്ത്യയിലൊക്കെ RSS കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒട്ടും ചെറുതല്ല.
RSS കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് സഹിച്ചിരിക്കാൻ മാത്രമേ അവിടെ ദളിതർക്കും മുസ്ലിങ്ങൾക്കും ആവൂ. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ സീനുകൾ വെട്ടിമാറ്റാൻ നിർബന്ധിതനായതോടുകൂടി മോഹൻലാൽ RSSന്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു. മാത്രമല്ല, സുരേഷ് ഗോപി, ഇപ്പോഴത്തെ BJPയുടെ കേരളത്തിൻ്റെ നാവായ സുരേഷ് ഗോപി ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്നാണ്. മാർക്കറ്റിംഗ് തന്ത്രം അനുസരിച്ച് മുന്നോട്ട് പോയ ചിത്രമാണെന്നാണ്. RSSകാർ ഈ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നില്ല എന്നാണ്. പക്ഷേ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ മോഹൻലാലിനെതിരെയും പൃഥ്വിരാജിനെതിരെയും തിരക്കഥ എഴുതിയ മുരളി ഗോപിക്കെതിരെയും ഒക്കെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. ഇത്തരമൊരു സിനിമ കേരളത്തിൽ പാടില്ല എന്ന് അവർ പറയുന്നു. ഗുജറാത്ത് കലാപമാണ് സിനിമയുടെ ആദ്യഘട്ടങ്ങളിൽ വിവരിക്കുന്നത്. പക്ഷേ അത്തരം സിനിമകൾ പാടില്ല. ഗുജറാത്ത് കലാപം നടന്നിട്ടില്ല. ഗുജറാത്ത് കലാപത്തിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ വയറ് കീറി ഭ്രൂണത്തെ പുറത്തെടുത്ത് തീയിൽ എറിഞ്ഞിട്ടില്ല. ഇതൊക്കെ സംഘപരിവാർ പറയുമ്പോൾ അവർ ഭൂതകാലത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഭൂതകാലം പുറത്തു വന്നു കഴിഞ്ഞാൽ നാണം കെടുന്നത് മറ്റാരുമല്ല, അവർ തന്നെയാണ്. അവരുടെ ഭൂതകാലം പുറത്തു വന്നാൽ BJPക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. കേരളത്തിലും അവർ കാണിച്ച ആക്രമണങ്ങൾ ചെറുതല്ല. ചെമ്പകന്തി SM കോളേജ് വിദ്യാർത്ഥിയും നമ്മുടെ അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയുമായ അജയനെ കൊന്നത് പല വെട്ടുകൾ വെട്ടി കരചരണങ്ങൾ ഛേദിക്കപ്പെട്ടിട്ടും അവൻ വിളിച്ച വിളി ഇൻക്വിലാബ് എന്നാണ്. അവനുണ്ടായ ധൈര്യമെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇൻക്വിലാബ് വിളിച്ച് മതേതരത്വം നശിക്കട്ടെ എന്ന് വിളിച്ച് മരണത്തിൻ്റെ താഴ്വാരത്തിലേക്ക് കടന്നുപോയ അവനുണ്ടായ വികാരം, അവനുണ്ടായ വിവേകം, അവൻ്റെ ധൈര്യം അതെങ്കിലും ലാലേട്ടന് ഉണ്ടാകണമായിരുന്നു. മോഹൻലാൽ മലയാളത്തിലെ മഹാനടനാണ്. മോഹൻലാലും മമ്മൂട്ടിയും മഹാനടന്മാർ എന്നതിൽ ഉപരി രണ്ട് വടവൃക്ഷങ്ങളാണ്. പക്ഷേ സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കിയ ലാലേട്ടൻ്റെ ഹീറോയിസത്തെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ തന്നെ ചോദ്യം ചെയ്യുന്നു. മോഹൻലാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഹീറോയിസത്തിൻ്റെ അവസാന വാക്കാണ്. മീശ പിരിച്ച് തോൾ ചരിച്ച് നടന്നു പോകുന്ന ലാലേട്ടൻ, അല്ലെങ്കിൽ സ്ക്രീനിൽ നിറയുന്ന ലാലേട്ടൻ ഹരമാണ് പ്രേക്ഷകർക്ക്. പക്ഷേ ആ പ്രേക്ഷകരോടും ലാലേട്ടൻ കൊടും ചതി കാണിച്ചിരിക്കുന്നു. ഇന്നലെ ആൻ്റണി പെരുമ്പാവൂർ, ലാലേട്ടൻ്റെ എല്ലാമായ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് കേട്ടു. കുറച്ച് സീനുകൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ചല്ല, ഒരുപാട് സീനുകൾ കട്ട് ചെയ്തു. അതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവ്. എന്തായാലും കട്ട് ചെയ്ത ശേഷം എമ്പുരാൻ ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കൂടി കാണും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യേണ്ട കാരണമുണ്ടോ ലാലേട്ട? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു കലാകാരനാണ്. കലാകാരൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് മേൽ കൈവയ്ക്കാൻ ഒരൊറ്റ സംഘപരിവാറുകാരനെയും അനുവദിക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മുമ്പ് മമ്മൂട്ടിക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ സംഘപരിവാറും കോൺഗ്രസും ചേർന്ന് അദ്ദേഹം DYFI സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തതും പ്രസംഗിച്ചതും ഒക്കെ വിവാദമാക്കിയപ്പോൾ, അദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങൾ സജീവമായപ്പോൾ നെഞ്ചു വിരിച്ചു നിന്നാണ് മമ്മൂട്ടി അതിനെ നേരിട്ടത്. പക്ഷേ ലാലേട്ടന് എപ്പോഴും ഒരു ശീലമുണ്ട്: വിവാദങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുക, വിവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ മാപ്പ് പറയുക. മുമ്പ് കൈരളി TVയുടെ ഡയറക്ടറായി മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു CPM. അവസാന നിമിഷത്തിൽ അദ്ദേഹം കാലുവാരി. അതുകൊണ്ട് കൈരളി TVക്ക് ഒന്നും സംഭവിച്ചില്ല. മമ്മൂട്ടി കൈരളി TVയുടെ ചെയർമാനായി തുടരുന്നു. പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് മോശം തന്നെ ലാലേട്ട. നിങ്ങളുടെ ഹീറോയിസം എവിടെ പോയി? നിങ്ങളുടെ ഹീറോ ഇമേജ് എവിടെ പോയി ചോദിക്കും പൊളിറ്റിക്സ് കേരള. പൊളിറ്റിക്സ് കേരള അങ്ങനെയാണ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരം തരേണ്ടത് നിങ്ങളെ കണക്കുള്ള ഭീരുക്കൾ.